ഇവിടെ നമ്മളങ്ങനെ ക്യാപ്റ്റൻ്റെ വണ്ടിയും കൊണ്ട് സംഗീതയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്തിന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ കണ്ണനാണ് ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ പാനലുകൾ കയറ്റണം, എന്തൊക്കെ തരം ലൈറ്റുകൾ കയറ്റണം, അതുപോലെ തന്നെ തൂക്കലൈറ്റും ലേസറുകളും ഒക്കെ എത്ര എണ്ണം വേണമെന്നൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സെയ്ദിക്കയും നമ്മളുടെ ക്യാപ്റ്റൻ്റെ കംപ്ലീറ്റ് ക്രൂ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംഗീതയിലെ ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സംഗീതയിലെ വർക്ക് ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയി, നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആവുന്ന സമയത്തേക്ക് അവിടെ ഈ പാനലും കാര്യങ്ങളും കട്ടിങ് എല്ലാം കഴിയും. പിന്നെ അതിന് ശേഷം നമുക്ക് നേരെ വണ്ടി സംഗീതയിൽ നിന്ന് അവിടെ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം കയറ്റി നമുക്കൊരു 5-6 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഒരു കിഡിലൻ ഗ്രാൻഡ് വേറെ ലെവൽ വർക്കാണ് കേട്ടോ ഈ ഒരു വണ്ടിക്ക് അത് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതാ നമ്മളുടെ വണ്ടിക്കകത്ത് കയറാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സദൂക്കട കടയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനങ്ങളെല്ലാം നമ്മുടെ സുഹൃത്ത് വൈയും ജിംബ്രും കൂടി കൊണ്ടുവന്നിട്ട് വണ്ടിക്കകത്തോട്ട് ലോഡ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ ഇത് എടുത്ത് ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ സൗണ്ട് വർക്ക് ഒരുവിധം ഫിനിഷ് ആയതിനു ശേഷം കയറ്റാനുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. പിന്നെ നമ്മൾ ഫ്രണ്ട് ഡ്രൈവർ സീറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എയർ സീറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫൈനൽ ഔട്ട് നമുക്ക് ഈ വണ്ടിക്കകത്ത് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി പ്രകാശിൽ നിന്ന് കൊണ്ടുവന്ന ടൈമിൽ തന്നെ ഈ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ഗ്ലാസ്സിന് ചെറിയൊരു ആട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജിംബ്രവും സുയിതുവായും കൂടി ചേർന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കുവാണ്. പിന്നെ അതായത് ഇവിടെ വാവ നമ്മുടെ ആ ഒരു പ്രകാശിൽ നിന്ന് ഓൾറെഡി വെച്ച് വരുന്ന ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഇവിടെ നിന്നിട്ട് അഴിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഈ ഒരു ബോക്സുകളെല്ലാം നമ്മൾ അഴിച്ച് വെളിയിൽ ഇറക്കിയിട്ട് നമ്മൾ ഇവിടെയാണ് ആ ഒരു ക്യാബിനെല്ലാം സെറ്റ് ചെയ്ത് കയറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാബിൻ്റെ ആ ഒരു ഫ്രെയിം അവിടെ മേശരി സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിനി മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ ഇടാനായിട്ടുള്ളൊരു കവർ വരണം. ആ ഒരു കവർ വന്നതിന് ശേഷം അതിനകത്ത് നമ്മൾ ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ആദ്യത്തെ പരിപാടി എന്നുള്ള നിലയ്ക്ക് നമ്മളത് ഈ ഒരു സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ അവിടെ നിന്ന് അഴിച്ച് ഊരിയെടുക്കുവാണ്. ഒരു 4 സ്ക്രൂവിൻ്റെ ബലത്തിലാണ് ഈ ഒരു സാധനം അതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ ഒരു സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ആദ്യത്തെ സെറ്റ് ആ ഊരിയെടുത്തു. പിന്നെ രണ്ടാമത്തെ സെറ്റ് ഊരാനായിട്ട് പ്രിയം വന്നിട്ടുണ്ട്. ഇനി ഈ ഊരി വെച്ചിരിക്കുന്ന ഈ ഒരു പെട്ടി നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് വെളിയിൽ കൊണ്ടുപോയി അവിടെ ഒതുക്കി വെക്കണം. കാരണം ഈ ഒരു പെട്ടിന് നമുക്ക് ആവശ്യമില്ല. അങ്ങനെ ആ പ്രിയനും അവയും കൂടി ആ ഒരു പെട്ടി വണ്ടിക്കകത്ത് നിന്ന് ഇറക്കി മാറ്റി വയ്ക്കുവാണ്. പിന്നെ അതേസമയം തന്നെ നമുക്ക് വണ്ടിക്കകത്ത് ആദ്യമായിട്ട് കയറാനുള്ള സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വയറിങ്ങിൻ്റെ പരിപാടി തുടങ്ങാം. പിന്നീട് നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സ്പീക്കറിൻ്റെ പെട്ടികളെല്ലാം കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പീക്കറിൻ്റെ പെട്ടി കയറ്റുന്ന ആ ടൈമിൽ തന്നെ വയറിങ്ങിൻ്റെ പരിപാടി ഒരു സൈഡിൽ കൂടെ നടക്കും. പിന്നെ സ്പീക്കറിൻ്റെ പെട്ടി കയറി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബാക്കി പഞ്ച് ബോക്സിൻ്റെ പെട്ടി കയറ്റാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം വയറിങ്ങിലും അതുപോലെ തന്നെ ഒരു സ്പീക്കറിൻ്റെ പെട്ടി കയറ്റുന്നതിനകത്ത് തന്നെ നമ്മുടെ പരിപാടികൾ തുടങ്ങാം. കംപ്ലൈന്റ് വന്നാലും എന്നെ ഉത്തരവാദിത്തമല്ല. അങ്ങനെ എല്ലാവരും വന്നിട്ട് അവരവരുടെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേസമയം തന്നെ നമുക്ക് നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ആ ഒരു ടെമ്പററി പേപ്പറും കാര്യങ്ങളും നമ്മൾ പറിച്ച് കളഞ്ഞിട്ട് നമ്മളത് ആ വണ്ടിയുടെ ആ ഒരു നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ വണ്ടിയുടെ 2 സൈഡിലും അങ്ങനെ നമ്പർ പ്ലേറ്റിൻ്റെ പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതേസമയം ഇവിടെ മേശിൽ നമ്മുടെ പഞ്ച് ബോക്സിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്പർ പ്ലേറ്റ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലുക്ക്. പിന്നെ ഒരു ടെമ്പററി നമ്പർ പ്ലേറ്റ് അവിടെ ബാക്കിൽ നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് എടുത്ത് കളയണം. പിന്നെ ഈ ഒരു ബാക്കിലും സൈഡിലും ഫ്രണ്ടിലും മറ്റേ ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ടാണ് ആദ്യം ഒട്ടിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഡ്രില്ല് ചെയ്ത് നമുക്ക് അവിടെ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ച് വെക്കാം. നമ്മൾ ഇത് ആദ്യം ഈ ഒരു ടൈപ്പിനകത്ത് ഒട്ടിച്ചെങ്കിലും പിന്നീട് അത് സ്ക്രൂ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ വയറിങ്ങിൻ്റെ പരിപാടിയും അതുപോലെ തന്നെ ഒരു സ്പീക്കറിനെ പെട്ടി കയറ്റുന്ന പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രിയനാണെന്ന് വയർ വലിക്കുന്നത്. ഇപ്പോൾ പ്രിയൻ വയർ വലിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ അഖിലും അതുപോലെ തന്നെ നമ്മൾ അച്ചുവും കൂടി ചേർന്നിട്ട് ആ ഒരു സ്പീക്കറിൻ്റെ പെട്ടികളെല്ലാം ഓരോന്നായിട്ട് കയറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെട്ടിയാണ് നമ്മൾ ആ ഒരു സ്പീക്കറിന് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ഇറങ്ങുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പെട്ടി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലൈനറെ സ്പീക്കർ സിസ്റ്റമാണ് ഈ ഒരു വണ്ടിക്കകത്ത് കംപ്ലീറ്റ് കൊടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ സീറ്റിനടിയിലായാലും അതല്ല നമ്മൾ ആ ഒരു ബെർത്തിൻ്റെ മണ്ടയിലായാലും എല്ലാം നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വണ്ടിക്കകത്ത് പാട്ടിടുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു എഫക്റ്റ് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അങ്ങനത്തെ ആ ഒരു ബെർത്തിൻ്റെ മുകളിൽ കയറാനായിട്ടുള്ള സ്പീക്കറുകളെല്ലാം ഏകദേശം കയറി തീരാറായി. അപ്പോൾ ഒരു ബെർത്ത് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ജാക്കി വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിതൊന്നും കയറ്റി കൊടുക്കുന്നത്. പിന്നെ ഏകദേശം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് നേരെ നമ്മുടെ ബാക്കി സീറ്റിനടിയിലുള്ള ഒരു ഫുൾ റേഞ്ചുള്ള പരിപാടിയിലേക്ക് കയറാം. പിന്നെ നമ്മുടെ മേശിരി ഇവിടെ പെട്ടി സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ ഒരു പഞ്ച് ബോക്സിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ 15 ഇഞ്ചിൻ്റെ 2 സബ്ബാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏത് കമ്പനിയുടെ സബ്ബായിരിക്കും എന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. 15 ഇഞ്ച് സബ്ബാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു കിഡിലെ ഐറ്റവുമാണ് വരുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഗസ് ചെയ്തിട്ട് പറയാൻ പറ്റുമോ നോക്കാം. എത്ര പേര് കറക്റ്റായിട്ട് പറയുമെന്ന് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം. ഉള്ളിരിക്കുന്ന എല്ലാം പോയിട്ട് Yes.
നമ്മുടെ സബിന് വേണ്ടിയിട്ടുള്ള ഓരോരുക്കുമാണ് ചെറുക്കൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു 15 ഇഞ്ച് സബിൻ്റെ പെട്ടി ഇവിടെ അഖിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അകത്തെ സ്പീക്കറിൻ്റെ ആ ഒരു ബോക്സുകളെല്ലാം കയറി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു പഞ്ച് ബോക്സിൻ്റെ ആ ഒരു പെട്ടിക്കകത്ത് നമ്മൾ ഈ ഒരു ക്ലോത്തും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെ വേറെയും വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർ അതിൻ്റെയും കൂടിയൊക്കെ പരിപാടികളിലാണ്. അപ്പോൾ ഒരു 3-4 വണ്ടികളുടെ പണി നമുക്കിവിടെ ഒരേ ടൈമിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ്റെ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. നമ്മുടെ റെഡ് ബുള്ളിൻ്റെ സുജിത്വായ ഉണ്ട്, പിന്നെ നമ്മുടെ ജിംബ്രോ ഉണ്ട്, സെയ്ദിക്ക ഉണ്ട്, സുജിത്വായ ഉണ്ട്, അനീഷ് പ്രോ ഉണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഇതൊരു മഹാവിജയമാക്കി മാറ്റുമെന്നുള്ളൊരു വാശിയിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്കെന്തായാലും ഗ്രാൻഡായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കണം. അത് തന്നെയാണ് നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ അഖിൽ ആ ഒരു 15 ഇഞ്ചിൻ്റെ 2 ഹോളുകൾ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ക്ലോത്ത് പൊതിഞ്ഞിട്ട് പിന്നീട് അതിനകത്തു നിന്നാണ് ഈ ഒരു സ്പീക്കറിൻ്റെ ആ ഒരു ഔട്ട് വരുന്ന ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ അതും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓരോ ആൾക്കാരും ഓരോരോ വണ്ടികളുടെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമുക്ക് എല്ലാ വണ്ടികളും ടൈം നോക്കി ഇറക്കി വിടണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിക്കാനായിട്ട് നമ്മുടെ ജിംബറോ ഉണ്ട്. പുള്ളിക്കാരൻ എന്താ ഇവിടെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സൈഡിലൊരു ഷീറ്റൊക്കെ എടുത്തിട്ട് ഒരു വണ്ടിയുടെ സൈഡിലോട്ടം കടന്നു കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിയുടെ അകത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ അച്ഛൻ ടീമും എല്ലാം അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി വയറിങ്ങിൻ്റെ പരിപാടിയും ഏകദേശം ഫിനിഷായി വരുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇനി നമ്മുടെ ആ ഒരു പഞ്ച് ബോക്സ് അവിടെ മേളിൽ നമുക്ക് ഉറപ്പിച്ച് വെക്കാനായിട്ടുള്ളൊരു ക്ലാമ്പ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ക്ലാമ്പാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പൊതുവെ നമ്മൾ 2 ക്ലാമ്പാണ് അടിക്കാറുള്ളത്. പിന്നെ ഇത് 15 ഇഞ്ചിൻ്റെ നല്ല വലിപ്പമുള്ള അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു പഞ്ച് ബോക്സിനകത്ത് നമ്മൾ 3 എണ്ണമാണ് അടിക്കുന്നത്. ആ 3 സാധനവും നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ബോക്സ് കയറ്റിയിട്ട് നല്ല ഉറപ്പില്ലാതെ അവിടെ നിന്നോളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്ത് കയറ്റാനായിട്ടുള്ള ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ ഡെലിവറി വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. സാധനങ്ങൾ വരുന്നു, നമ്മൾ വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യുന്നു, സാധനങ്ങൾ വരുന്നു, നമ്മൾ വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ നമുക്ക് അധികം ഡിലേ ആവാതെ ഈ ഒരു വണ്ടി ഇറക്കി വിടുകയും വേണം. ഓൾറെഡി അവിടെ ലൈറ്റിൻ്റെ സാധനങ്ങളെല്ലാം അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് നേരെ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റും കൂടി ചെയ്തിറക്കാം. പിന്നെ അതിനകത്ത് ഇനി ചെറിയ രീതിയിൽ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ടോപ്പ് ലൈറ്റ്, ലിപ്പ്, അങ്ങനെയുള്ള കുറച്ച് ചെറിയ പരിപാടികളും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ ആ ഒരു പഞ്ച് ബോക്സ് താങ്ങി നിർത്തുന്ന ആ ഒരു സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് ആ ക്ലോത്തുകൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ഇപ്പോൾ അകലുള്ളത്. അപ്പോൾ ഇത് 2 വണ്ടികളുടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെയാണ് ഒരു ഏറ്റവും വലിയ ഒരു 3 എണ്ണം. പിന്നെ വേറൊരു വണ്ടിയുടെ കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാപ്റ്റൻ്റെ വണ്ടിയുടെയാണ് അകലിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതാ ഇവിടെ നമ്മുടെ ആ ഒരു വണ്ടിയുടെ കൊമ്പിലെ ലൈറ്റ് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ കുറച്ച് ഇലക്ട്രിക് വർക്കുകൾ, പിന്നെ അതാ ഇവിടെ നമ്മുടെ വണ്ടിയുടെ ആ ഒരു കൊമ്പിലെ ലൈറ്റുകൾ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ ഇലക്ട്രിക് വർക്കുകൾക്കും ഒക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം ഒരു കൊമ്പിനകത്ത് സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് കത്തിച്ചൊന്ന് കളറാക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റുകളും കൂടി ഒന്ന് കയറിയിട്ട് നമ്മൾ ഈ ഒരു പകൽ സമയത്ത് കത്തിച്ച് നോക്കിയപ്പോഴത്തേക്ക് വണ്ടി കാണാനായിട്ട് നല്ലൊരു എടുപ്പുണ്ട് കേട്ടോ, നല്ല എടുപ്പുണ്ട്. പിന്നെ അതിന് പുറമെ ഈ ഒരു ടോപ്പ് ലൈറ്റും അതുപോലെ തന്നെ നമ്മുടെ സൈഡ് സ്കർട്ടും ഫ്രണ്ട് ലിപ്പും കൂടിയൊക്കെ കയറുമ്പോഴത്തേക്ക് വണ്ടി എന്തായാലും നല്ല അടിപൊളിയാവും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷേ അതിവിടെ പറയേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ. കാരണം ആ ഒരു കുപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേശ്ശേരി വെള്ളം കൊണ്ടുവരുന്ന കുപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇനി വരുന്ന വീഡിയോസിലും ഈ ഒരു കുപ്പി നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കത് വിശ്വാസമാവും നമ്മുടെ മേശ്ശേരി വെള്ളം കൊണ്ടുവരുന്ന കുപ്പിയാണെന്ന്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ ബാക്കി ലൈറ്റ് വർക്കിലേക്ക് കിടക്കാം. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഈ ഒരു ഫണ്ണും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്ക് അത്യാവശ്യം കോമഡിക്ക് കോമഡി, ആക്ഷൻ എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ പരിപാടികൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ബാക്കി ഓരോരോ സാധനങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം വണ്ടിക്കകത്ത് കയറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളിത് അകത്ത് പഞ്ച് ബോക്സ് കയറാനായിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ ഒരു 3 സാധനം അവിടെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പഞ്ച് ബോക്സിൻ്റെ പെട്ടി നമുക്ക് അവിടെ കയറ്റുക. അപ്പോൾ അത്രയാണ് നമ്മളുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. പ്രിയൻ പട്ടയടിച്ചപ്പോൾ അടുത്ത തമ്മിൽ കിട്ടി. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു 3 എണ്ണം അവിടെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പോയിട്ട് നമ്മളുടെ ആ ഒരു യമണ്ടം പഞ്ച് ബോക്സ് എടുത്തുകൊണ്ട് വരണം. അത്യാവശ്യം ടാസ്ക് പരിപാടിയാണ്. ഈ ഒരു ഫ്രണ്ടിലത്തെ ഡോറിൽ കൂടെയാണ് നമ്മൾ കയറ്റുന്നത്. ഫ്രണ്ടിലത്തെ ഡോറിൽ കൂടെ കയറ്റി ആ ഒരു പാസഞ്ചർ ക്യാബിൻ്റെ ഡോറിൽ കൂടെ കയറ്റി
നേരെ സീറ്റിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങ് ബാക്കിൽ കൊണ്ടുവരണം ഒരു സാധനം, എന്നിട്ടാണ് നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അത് കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല ഹെവി സാധനമാണ്. കയറുമോ? കറക്റ്റ് പീസ് ഒപ്പിക്കോ? ബോക്സ് ഗ്ലാസ്സിലോട്ട് പോകല്ലേ? ഓ അവിടെ നേരെ കളാ ക്ലാമ്പ് കെട്ടിയിരിക്കുന്നത് ആ സൈഡിച്ച് അങ്ങോട്ട് പോകണ്ട്, ബാക്ക് സൈഡിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. അതെ പിടിക്കണേ റഹ്മാനെ കഴിയോടാ. ഇപ്പുറത്ത് വാവയുടെ പുറത്ത് അവിടെ കയറ്റിടാ. ഈ ഫ്രണ്ട് ഇച്ച് അങ്ങോട്ട് വരാനുണ്ടായിരുന്നു ഒന്നല്ലേ? എവിടെയാണ്? 15 ഇഞ്ച് സബ്ബല്ലേ വരുന്നത്. അപ്പോൾ അതാ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു ക്യാപ്റ്റൻ്റെ വണ്ടിയുടെ വർക്ക് നടക്കുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാ പേജിലും ഈ ഒരു വണ്ടിയുടെ വർക്കിൻ്റെ ഷോർട്ട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്, അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റയിലും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.